ആര്? പരിചയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമൾ. അച്ഛാ, അരുത്, അങ്ങനെ വിളിക്കാൻ പാടില്ല. നിന്റെ അച്ഛനെന്ന യോഗ്യത നീ എനിക്ക് ചാർത്തി തരരുത്. എനിക്ക് നീ പണ്ടേ മരിച്ചുപോയൊരു മകനാണ്. പിന്നെ എന്തിനാ തിരക്കി വന്നതെന്ന് ചോദിച്ചാൽ നിന്റെ ഇൻഷനിൽ ഞാനും ചെമ്പകമംഗലവും ഉണ്ട്. അതുകൊണ്ട് നാട്ടുകാരിൽ പലരും ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് നീ എൻ്റെ മകനാണെന്ന്. ആ സമൂഹത്തിന് മുമ്പിൽ എന്നെയും നിന്റെ അമ്മയെ അപമാനിച്ചത് മതിയായില്ലടാ നിനക്ക്? ഇപ്പം ദേ കൂടെ കൂട്ടിയോളേക്കുന്ന ജയിലിലും ഈ നാണക്കേടൊക്കെ സഹിക്കാൻ ഞാനും എൻ്റെ രാജലക്ഷ്മിയും എന്ത് പാപമാണോ ചെയ്തേ? അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്കുക. 18 കൊല്ലങ്ങൾക്കപ്പുറം എനിക്ക് നിന്നെക്കുറിച്ചുള്ള ധാരണ പൂർത്തിയായതാ. അച്ഛൻ കാര്യങ്ങളൊന്നും അറിയാതെ എങ്ങനെ സംസാരിക്കുന്നത്? വേണ്ട, നീ ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഡാ, അക്ഷരെന്ന ഉച്ചാരണത്തിന് പോലും ഒരു വല്ലാത്ത ശക്തിയുണ്ട്. അത് നീ പണ്ടേ ഇല്ലാതാക്കി. നിന്നെ ജീവനൊപ്പം സ്നേഹിച്ച നിലവിളക്ക് പോലുള്ള നിന്റെ ഭാര്യയെ നീ ഒരു വിധവയാക്കി. നിന്നെ സ്നേഹിച്ചവർക്കൊക്കെ നീ പകരം നൽകുന്നത് വഞ്ചനയാണ്. മാതാപിതാക്കളെയും കൂടപ്പറപ്പുകളെയും നീ വഞ്ചിച്ചു. ചെമ്പകമംഗലം തറവാടിന്റെ മേൽ തീയോഴ ഉപയോഗിച്ചിട്ടാ നീ ഇവിടുന്ന് പടിയിറങ്ങിയത്. എന്നിട്ട് നീ അവസാനിപ്പിച്ചിട്ടില്ല അല്ലേടാ? ഒടുവിൽ നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവളെ കൂടെ നീ നിഷ്കരണം ഇല്ലാതാക്കി. ഇല്ല അച്ഛൻ, ഞാനത് ചെയ്തിട്ടില്ല. അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇല്ല, നിന്നെ ഞാനിനി വിശ്വസിക്കില്ല. ഞാൻ നിന്നെ കാണാൻ വന്നത് മകൻ ജയിലിലായപ്പോൾ ചങ്കടറിൽ പോയൊരു അച്ഛൻ്റെ ആത്മനിർഭരമായി നീ തെറ്റിദ്ധരിക്കണ്ട. നിന്നെ ഞങ്ങൾ എത്രത്തോളം വെറുത്തു അറിയിക്കാനാ. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല അച്ഛാ. ഞാനൊന്നും വരുത്തി കൂട്ടിയതല്ല. എല്ലാം വന്നു ചേർന്നതാ. നീ ഇനി എത്ര അലക്കിയാലും അതൊന്നും വിളക്കില്ലടാ. കറകളൊന്നും മായുകയില്ല. നിന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ നീ തന്നെ അനുഭവിച്ചു മതിയാവും. ഈ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് നീ നരകിച്ചു മരിക്കും. ഇതൊരച്ഛന്റെ ശാപമോ? പിതൃശാപം.